അമ്മ നാളെ രാവിലെ നേരത്തെ നമുക്ക് രണ്ടുപേർക്ക് നടക്കാൻ പോകാന്ന് പറഞ്ഞിട്ടാ ഞാൻ ഇന്നലെ കിടന്ന്. രാവിലെ കണ്ണു തുറന്ന് നോക്കുമ്പോ സമയം 11 മണി. അമ്മ എന്നെ ഓടിച്ചിട്ട് അടിക്കാതിരുന്ന് ഭാഗ്യം വിചാരിച്ച് പിന്നിൽ പോയി നോക്കുമ്പോ അമ്മയുടെ പണികളൊക്കെ തീർക്കാറായി. അങ്ങനെ ഞാൻ എന്റെ പല്ലപ്പം കഴിഞ്ഞിരിക്കുമ്പോ ദേവരും അമ്മ ചോറും കൊണ്ട് കാലത്ത് തന്നെ നല്ല പപ്പടവും മോരൂട്ടാനും ചീരക്കറി കൂട്ടിയാണ് അമ്മ ചോറ് തന്നത്. അപ്പോഴേ എന്തോ ഒരു വലിയ പണി വരാണ്ടെന്ന് എനിക്ക് തോന്നി. ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടാ. എന്തിനാ പരിപാടി? അങ്ങനെ ചോറുണ്ട് കഴിഞ്ഞപ്പോ അമ്മ പറയാ പിന്നെന്താ നമുക്ക് ഉണ്ടാക്കാലെന്ന് പറഞ്ഞ് ബൈക്ക് എടുത്ത് നേരെ വിട്ട് ഞാൻ സാധനങ്ങൾ വാങ്ങി തിരിച്ചു വന്ന് ആദ്യം നമ്മുടെ ബീഫ് കുക്കർ കയറ്റി. കാരണം ഇത് വെന്ത് വരാൻ തന്നെ കുറച്ച് സമയം എടുക്കും. എന്നിട്ട് നേരെ കുറച്ച് സബോളയും തക്കാളി ഇഞ്ചിയും പച്ചമുളകും കൂടെ സെറ്റ് ആക്കി എടുത്തു. പിന്നെ ഒരു പാനില് നെയ്ച്ചോറിലേക്കുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയും സബോളയും അങ്ങോട്ട് വറുത്തെടുത്തു. പിന്നെ വേറൊരു പാത്രത്തിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് നമ്മുടെ മസാല കൂട്ട് ഇട്ട് സബോള ഇട്ടൊന്ന് വഴറ്റിയെടുത്ത് അതിലേക്ക് നമ്മുടെ കഴുകി വെച്ച് അരി ഇട്ടുട്ടാ. ഇനി നമ്മൾ ഈ അരി ഒരു 5-6 മിനിറ്റ് വറുത്തെടുത്ത് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെയ്ച്ചോറ് റെഡിട്ടാ. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയും സബോളയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ നെയ്ച്ചോറ് ലുക്കായിട്ടാ. അങ്ങനെ നെയ്ച്ചോറിന്റെ പരിപാടി കഴിഞ്ഞപ്പോ നേരെ ബീഫിന്റെ പരിപാടി തുടങ്ങി. ഒരു വേനല്ലേ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് അതിൽ കുറച്ച് സബോള ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കുക. രണ്ടും വെന്തൂന്ന് കണ്ട ആവശ്യത്തിന് മല്ലിപ്പൊടിയും ആവശ്യത്തിന് മുളക് പൊടിയും ചേർക്കുക. അതിലേക്ക് കുറച്ച് തക്കാളി ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായി ഒന്ന് ഇളക്കുക. ഇനി ഇത് നൈസ് ആയിട്ട് ഒന്ന് മൂടി വെച്ച് അങ്ങോട്ട് വേവിച്ചെടുത്താൽ നമ്മുടെ അടിപൊളി ബീഫ് കറി റെഡി. അങ്ങനെ എന്റെ വക നല്ല നെയ്ച്ചോറും ബീഫ് ഉണ്ടാക്കിയെടുത്തപ്പോ അമ്മയ്ക്ക് സന്തോഷമായി. അമ്മയുടെ പാത്രത്തിൽ നിന്ന് ഒരു കഷ്ണം ബീഫ് എടുത്ത് കഴിച്ചപ്പോ ആഹാ ഭയങ്കര സന്തോഷം. അങ്ങനെ നെയ്ച്ചോറും ബീഫൊക്കെ കഴിച്ച ക്ഷീണത്തിൽ ഒന്ന് കിടന്നുറങ്ങാന്ന് വിചാരിച്ചപ്പോ ദേ വരുന്ന അമ്മയുടെ അടുത്ത വിളി. എന്താ അമ്മ പരിപാടി എന്ന് വെച്ചപ്പോ അമ്മ പറയാട്ടാ നമുക്ക് ഈ ജനലൊക്കെ ഒന്ന് തുടച്ചാലോ. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് രാവിലെ എന്തിനാ പപ്പടും മോരും കൂട്ടി ചോറ് തന്നെന്ന്. അങ്ങനെ അമ്മോട് പറഞ്ഞ് ഇന്നത്തെ ക്ലീനിങ് ഞാൻ ജസ്റ്റ് 2 ജനലിൽ ഒതുക്കി. അങ്ങനെ ജനല തുടച്ചു കഴിഞ്ഞപ്പോ അമ്മ എന്നെ ഒന്ന് വീടിന്റെ പുറകിലേക്ക് വിളിച്ചു. എന്നിട്ട് എനിക്ക് ഏതോ ഒരു ജാമ്പോന്റെ കാലത്തെ വെട്ടുകത്തി എന്നിട്ട് പറയാ ആ മരം അങ്ങോട്ട് വെട്ടിക്കോളാം. ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? ഞാൻ തിന്ന നെയ്ച്ചോറും ബീഫും വരെ എന്റെ തള്ളക്ക് വിളിച്ചു. ഇന്ന് നമുക്ക് ഇത്ര മതി, നാളെ തൊട്ട് ഇതൊക്കെ നമ്മുടെ പണിയാന്ന് പറഞ്ഞിട്ടാണ് അമ്മ പോയത്. ഇതിന്റെ ഇടയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആകാശത്തേക്ക് നോക്കണ്ടായിരുന്നു. ആകാശത്തോടെ ഫ്ലൈറ്റ് പോകായിരുന്നു. പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നമ്മുടെ നേരം നല്ലതാണെങ്കിൽ എല്ലാം ഇങ്ങനെ വരും. ഒരു പണി കഴിഞ്ഞപ്പോഴേക്കും അടുത്ത പണി പിടിച്ച് പോയിരിക്കുക. അപ്പൊ ശരിട്ടാ.